എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 13 ശ്ലോകം 15, 16, 17, 18, 19, 20, 21 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ മിഥില രാജാവിന് ഉദാവസു എന്നുള്ള പുത്രൻ, ഉദാവസുവിന്റെ പുത്രൻ നന്ദിവർദ്ധനൻ, നന്ദിവർദ്ധന് സുകേതു, സുകേതുവിന്റെ പുത്രൻ ദേവരാജൻ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ദേവരാജന്റെ പുത്രൻ അവരെ പറ്റി പറയണു. ആ വംശം ഇങ്ങനെ വിവരിക്കുകയാണ്. പിന്നെ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. തസ്മാത് ബൃഹദ്രഥസ്തസ്യ മഹാവീര്യ സുധൃത്പിതാ സുധൃതേർധൃഷ്ടകേതുർവൈ ഹര്യശോധമരുസ്തത. ദേവരാജനിൽ നിന്ന് ബൃഹദ്രഥനും അദ്ദേഹത്തിൽ നിന്ന് മഹാവീര്യനും അദ്ദേഹത്തിൽ നിന്ന് സുധൃതിയും സുധൃതിയുടെ പുത്രനായിട്ട് ധൃഷ്ടകേതുവും ആ ധൃഷ്ടകേതുവിന് ഹര്യശനും പിന്നെ ഹര്യശനിൽ നിന്ന് മരുവും ഉണ്ടായി. മരോ പ്രതീകവസ്തസ്മാത് ജാതകൃതരഥോ യഥാ ദേവമീഢസ്തസ്യ സുതോ വിശ്രുതോഥ മഹാധൃതി. മരുവിന്റെ പുത്രൻ പ്രദീപകൻ, അദ്ദേഹത്തിൽ നിന്ന് കൃതരഥൻ, അദ്ദേഹത്തിൽ നിന്ന് ദേവമീഠൻ, അദ്ദേഹത്തിൽ നിന്ന് വിശ്രുതൻ, അദ്ദേഹത്തിൽ നിന്ന് മഹാധൃതി എന്നൊരു ഉണ്ടായി. ധൃതിരാതസ്തസ്മാൻ മഹാരോമാധതൽസുത സ്വർണരോമാസുതസ്തസ്യ ഹ്രസ്വരോമാ വ്യജായത. മഹാധൃതിയിൽ നിന്ന് കൃതിരാതനും അദ്ദേഹത്തിൽ നിന്ന് മഹാരോമാവും അദ്ദേഹത്തിൽ നിന്ന് സ്വർണരോമാവും അദ്ദേഹത്തിൽ നിന്ന് ഹ്രസ്വരോമാവും ഉണ്ടായി. എന്തൊക്കെ പേരുകളാ! മഹാരോമാവ്, സ്വർണരോമാവ്, ഹ്രസ്വരോമാവ്. തത സീരധ്വജോ ജജ്ഞേ യജ്ഞാർത്ഥം കർഷതോ മഹിം സീതാസീരാഗ്രതോ ജാത തസ്മാൽ സീരധ്വജ സ്മൃത. തഥാ അദ്ദേഹത്തിൽ നിന്ന് ജജ്ഞേ ജനിച്ചു, യജ്ഞാർത്ഥം യാഗത്തിനു വേണ്ടിയിട്ട്, മഹിം ഭൂമിയെ, കർഷത ഉഴവ് ചെയ്തപ്പോൾ, സീരാഗ്രത കൊഴുവിന്റെ അഗ്രത്തിൽ നിന്ന് സീതാജാത സീതയുണ്ടായി. തസ്മാത് അതുകൊണ്ട് സീരധ്വജൻ എന്ന് സ്മരിക്കപ്പെട്ടു. ഹ്രസ്വരോമാവിൽ നിന്നാണ് സീരധ്വജൻ എന്ന പുത്രൻ ഉണ്ടായത്. ആ സീരധ്വജൻ യാഗം ചെയ്തു. യാഗത്തിന് വേണ്ടിയിട്ട് ഭൂമി ഉഴുതപ്പോ ആ കൊഴുവിന്റെ അഗ്രഭാഗം തട്ടി, ആ സീരം എന്ന് പറയുന്നത് ആ സീരാഗ്രത്തിൽ നിന്ന് പൊളിഞ്ഞിരിക്കുന്ന ആ ഉഴവുചാല്, ആ അഗ്രഭാഗം തട്ടി ഇങ്ങനെ പൊളിഞ്ഞു ഉഴവുചാല്. അങ്ങനെ ആ ഉഴവുചാലിൽ നിന്ന് സീത ഉണ്ടായി. അത് നിമിത്തം അദ്ദേഹം കീർത്തിമാനായിട്ട് ഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് സീരധ്വജൻ എന്ന പേര് ഉണ്ടായി. അതാണ് രാജാക്കന്മാർക്ക് ധ്വജം, അവരുടെ കൊടിക്കൂറയാണ് ഏറ്റവും കീർത്തി ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ സീരാഗ്രത്തിൽ നിന്ന് ജനിച്ച സീത നിമിത്തം കീർത്തിമാനായതുകൊണ്ട് സീരധ്വജൻ എന്ന പേര് ഉണ്ടായി. കുശധ്വജസ്തസ്യ പുത്ര തതോ ധർമ്മധ്വജോ നൃപ ധർമ്മധ്വജസ്യ ദൗ പുത്രോ കൃതധ്വജമിതധ്വജൗ. തസ്യ അദ്ദേഹത്തിന്റെ ദൗ പുത്രോ രണ്ട് പുത്രന്മാർ, കൃതധ്വജ മിതധ്വജൗ, കൃതധ്വജൻ മിതധ്വജൻ എന്നു പേരുള്ളവര്. സീരധ്വജന്റെ പുത്രൻ കുശധ്വജൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധർമ്മധ്വജൻ. ധർമ്മധ്വജന്റെ പുത്രന്മാരാണ് കൃതധ്വജനും മിതധ്വജനും. അങ്ങനെ രണ്ട് പുത്രന്മാര് ധർമ്മധ്വജനുണ്ടായി. കൃതധ്വജാൽ കേശീധ്വജ ഖാണ്ഡിക്യസ്തു മിതധ്വജാൽ കൃതധ്വജ സുതോ രാജൻ ആത്മവിദ്യാ വിശാരദ. കൃതധ്വജനിൽ നിന്ന് കേശീധ്വജനും മിതധ്വജനിൽ നിന്ന് ഖാണ്ഡിക്യനും ഉണ്ടായി. ഹേ രാജൻ, കേശിധ്വജൻ ബ്രഹ്മവിദ്യയിൽ നിപുണനായിരുന്നു. ഖാണ്ഡിക്യ കർമ്മതത്വജ്ഞോ ഭീത കേശിധ്വജാദ്രുത ഭാനുമാൻസ്തസ്യ പുത്രോ ഭൂൽ ശതദ്യുമ്നസ്തു തൽസുത. ആ ഖാണ്ഡിക്യൻ കർമ്മവിദ്യയിലെ നിപുണനായിരുന്നു. ബ്രഹ്മവിദ്യാവിശാരദനായ കേശിധ്വജനിൽ നിന്ന് ഭീതനായ ഖാണ്ഡിക്യൻ രാജ്യം വിട്ടുപോയി. അപ്പൊ പേടിയായി ഖാണ്ഡിക്യന്. ബ്രഹ്മവിദ്യ വിശാരദനല്ല അദ്ദേഹം. അങ്ങനെ
പേടിച്ചിട്ട് ആ രാജ്യം ഉപേക്ഷിച്ചു പോയി എന്നാ പറയണത്. കേശിധ്വജന് ഭാനുമാൻ എന്ന ഒരു പുത്രനും ആ ഭാനുമാന് ശതദ്യുമ്നൻ എന്നു പേരായ പുത്രനും ഉണ്ടായി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ